അമ്മേ ശരണം, ദേവീ ശരണം, ലക്ഷ്മി ശരണം. എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റങ്ങൾക്കും സവിശേഷമായ സ്ഥാനമാണ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. അതായത് എല്ലാ ഗ്രഹങ്ങളും നിശ്ചിത കാലയളവിൽ രാശി, നക്ഷത്രം, സഞ്ചാരരേഖ എന്നിവ മാറ്റാറുണ്ട്. ഇത് എല്ലാ രാശിക്കാരെയും കാര്യമായി സ്വാധീനിക്കും. ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം ഏറെ അനുയോജ്യമായിരിക്കും. എന്നാൽ മറ്റു ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വിപരീത ഫലമായിരിക്കും സമ്മാനിക്കുക. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ബുധൻ. ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവനായ ബുധൻ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. നിലവിൽ കുംഭം രാശിയിലുള്ള ബുധൻ മെയ് 7-ന് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കും. അടുത്ത മാസം 7-ാം തീയതി രാവിലെ 3:53-നാണ് ബുധൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. മെയ് 23 വരെ ഈ രാശിയിലായിരിക്കും ബുധൻ്റെ സഞ്ചാരം. ഇത് 12 രാശിക്കാരെയും പലതരത്തിലായിരിക്കും സ്വാധീനിക്കുക. എന്നാൽ 5 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. രാജയോഗത്തിന് സമാനമായ അവസ്ഥയിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോവുക. ഏതൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാർ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മേടം രാശിക്കാർ. കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കുള്ള ബുധൻ്റെ സഞ്ചാരം മേടൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കപ്പെടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സിൽ വളരെയധികം സാമ്പത്തിക നേട്ടവും കൈവരിക്കും. അതുപോലെ തന്നെ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷനും, ജോലിയില്ലാതെ ഇരുന്നവർക്ക് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് അത് ജോലികൾ ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെ വിജയം കൈവരിക്കും ഈ സമയത്ത്. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് വരുന്നത്. അവർ ഉദ്ദേശിച്ച ജോലി തന്നെ വളരെ നല്ല ശമ്പളത്തോടു കൂടി അവർ കൈവരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടും വളരെ നല്ല സമയമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്രത്തിൽ അവൽക്കിഴിയോ വെണ്ണയോ നേദിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളുമായിരിക്കും വന്നു ചേരുന്നത്. അടുത്തത് കർക്കിടകൻ രാശിക്കാരാണ്. കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കുള്ള ബുധൻ്റെ സഞ്ചാരം കർക്കിടകൻ രാശിക്കാർക്ക് ഏറെ ഗുണം ചെയ്യും. അവർക്ക് എവിടെ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ പോലും വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം വന്നു ചേരും. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാവും. കരിയറിൽ ഉയരങ്ങളിലെത്താനും സാധ്യത കാണുന്നു. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ആഗ്രഹിച്ച എന്താണോ അത് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പൊളിറ്റിക്കൽ രീതിയിൽ, അതായത് രാഷ്ട്രീയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ അത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ പേരും പെരുമയും സ്ഥാനക്കയറ്റവും ഉണ്ടാവും. അതുപോലെ തന്നെ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. അവർക്ക് പ്രോഗ്രാമുകൾ, പ്രൊജക്റ്റുകൾ എല്ലാം ഈ സമയത്ത് നടന്നിരിക്കും. അവർക്ക് അവർ ചെയ്യുന്ന ഏത് മേഖലയിലാണോ അതിൽ വളരെ പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കും. വെള്ളിയാഴ്ച തോറും ദേവീക്ഷേത്ര ദർശനം നടത്തുക. ദേവിക്ക് കുങ്കുമ അഭിഷേകം, അർച്ചന നടത്തുക. നിങ്ങൾക്ക് നല്ല സമയം തന്നെയാണ് വരുന്നത്.
അടുത്തത് ചിങ്ങൻ രാശിക്കാരാണ്. കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കുള്ള ബുധൻ്റെ സഞ്ചാരം ചിങ്ങൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. അവർക്ക് നല്ല ആഡംബര ജീവിതമാണ് കാത്തിരിക്കുന്നത്. ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെട്ട് വിഷമിച്ചിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് നല്ല വളരെയേറെ സാമ്പത്തികം വന്നു ചേരും. അതായത് ഇവർ ചെയ്യുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ അവർക്ക് വളരെയേറെ ഉയർച്ചയിലെത്താൻ പറ്റും. പ്രത്യേകിച്ചും കോൺട്രാക്ട് ബിസിനസ് അതുപോലുള്ള ബിസിനസ്സുകളൊക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് വളരെയേറെ നല്ല സമയമായിരിക്കും വരുന്നത്. ഈ രാശിയിലെ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സാമ്പത്തികം കൊടുക്കുകയോ സാമ്പത്തിക ഇടപാടുകൾക്ക് ജാമ്യം പാടുള്ളതല്ല. അതുപോലെ തന്നെ ഈ രാശിയിലെ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന സമയമാണിത്. സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് സന്താനങ്ങളുടെ വിവാഹം നടക്കാതിരുന്ന ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ അവരുടെ വിവാഹം മംഗളമായിട്ട് അവർ ഉദ്ദേശിച്ചതിലും വലിയ രീതിയിൽ നടത്തുവാനുള്ള യോഗം ഉണ്ട്. ഇവർ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക. ഇപ്പോൾ എല്ലായിടത്തും ഒരുമാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ നവഗ്രഹങ്ങൾ സെപ്പറേറ്റ് ക്ഷേത്രങ്ങളുണ്ടല്ലോ. ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നവഗ്രഹ പൂജ ചെയ്യുക. ആഴ്ചയിലൊന്നും മതി. എന്നാലും ക്ഷേത്ര ദർശനം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിലെല്ലാം തന്നെ നടത്തിയാൽ നിങ്ങൾക്ക് ദൈവാധീനം കൂടുതൽ കിട്ടുകയും ചെയ്യും. ചെറിയ എന്തെങ്കിലും നമുക്ക് ദോഷഫലങ്ങളുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും. എന്തുകൊണ്ടും ഇവർക്ക് വളരെയേറെ നല്ല സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കുള്ള ബുധൻ്റെ സഞ്ചാരം തുലാം രാശിക്കാർക്ക് വളരെയേറെ ഗുണം ചെയ്യും. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കും. ബിസിനസ്സിൽ ലാഭം വളരെയേറെ ഉണ്ടാകും. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടം കൊയ്യാനാകും. അതായത് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണിത്. എവിടെ നിന്നാണെന്ന് പറയാൻ പറ്റില്ല. പല മേഖലകളിൽ നിന്നും പല വഴികളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളുടെ കയ്യിലെത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുവാനോ ഒക്കെ സാധിക്കും. വിദേശത്ത് ജോലി ലഭിക്കാം. അതുപോലെ ഉന്നത പഠനത്തിനായിട്ട് വിദേശത്ത് പോകാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. സാമ്പത്തികം സേവ് സമ്പാദിക്കാനുള്ളൊരു സമയം കൂടാണ് ഈ വന്നു ചേരുന്നത്. എന്തുകൊണ്ടും വളരെയേറെ നല്ല സമയം തന്നെയാണ് ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്കുള്ളത്. ഇവർ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കുക. നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറി വളരെ ഉന്നതിയിലേക്കായിരിക്കും ഇനിയുള്ള ജീവിതം. അടുത്തത് ധനുരാശിക്കാരാണ്. കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കുള്ള ബുധൻ്റെ ഈ സഞ്ചാരം ധനുരാശിക്കാർക്ക് വളരെയേറെ ശുഭകരമായിരിക്കും. കർമ്മമേഖല പുഷ്ടിപ്പെടും. അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ കാണുന്നത്. കർമ്മമേഖല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്ന ജോലി, ആ ജോലിയിൽ ഉയർച്ച ഉണ്ടാവും, പുഷ്ടിപ്പെടും. അതായത് ബിസിനസ്സൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് വിപുലീകരിക്കും. ബ്രാഞ്ചുകൾ പുതിയത് തുടങ്ങും. അങ്ങനെ ആ രീതിയിൽ വളരെ നല്ല സമയം തന്നെയാണ് വരുന്നത്. അതുപോലെ ഇവർക്ക് വിവാഹം നല്ല രീതിയിൽ ലഭിക്കും. ഇതിലെ വിവാഹ പങ്കാളികളിൽ നിന്നും വളരെയേറെ അനുകൂലമായ സമയമായിരിക്കും വന്നു ചേരുന്നത്. പങ്കാളിയിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി
ബിസിനസ് മേഖലയിലൊക്കെ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ നല്ല നമ്മുടെ പങ്കാളികളുടെ അവരുടെ ബിസിനസ്സിലോട്ട് നമുക്ക് ചിലപ്പം പുതിയ രീതിയിലോട്ട് മാറാനും ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ അക്കാദമി അതായത് ഈ പഠന രീതിയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി, അധ്യാപന ജീവി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യുന്ന ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയേറെ ഉയർച്ചയുടെ സമയമാണ് കാണുന്നത്. വലിയ വലിയ പ്രൊമോഷനുകളോ അല്ലെങ്കിൽ തന്നെ റിസർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും സ്കോളർഷിപ്പുകളോ PhD എടുക്കുക അങ്ങനെയുള്ള മേഖലയിൽ അങ്ങനെയൊക്കെയുള്ള നല്ല ഉയർച്ച ഇവർക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ IT മേഖല, അതിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ, ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ് ഈ കാലയളവ്. നിങ്ങളത് മാക്സിമം ഉപയോഗിക്കുക എന്നേ പറയാനുള്ളൂ. അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ലാഭം, അതായത് വർഷങ്ങളായിട്ട് ചെയ്തിട്ടും വളരെയേറെ ലാഭമൊന്നും കിട്ടാതെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ ഒത്തിരി പേര് നമുക്കറിയാം. അവർക്ക് ഈ സമയത്ത് ചെയ്യുന്ന കൃഷിയിൽ വളരെ നല്ല രീതിയിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഗ്രഹങ്ങളിലെ രാശിമാറ്റം അതെപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. അത് പല നാളുകാർക്കും ഗുണമായിരിക്കാം, ചിലർക്ക് മോശമായിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില പ്രധാന മാഗസിനിലൊക്കെ ആഴ്ച ഫലങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചെറിയ മാറ്റങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ രാശിക്കാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ അർച്ചനയോ പുഷ്പാഞ്ജലിയോ പോലുള്ള ചെറിയ വഴിപാടുകൾ ചെയ്യുക. നമുക്ക് തടസ്സങ്ങളെല്ലാം തന്നെ മാറും. എല്ലാവർക്കും നല്ലൊരു ഉയർച്ചയുടെ സമയമാണ് ഈ ചെറിയ മാറ്റത്തിൽ നമുക്ക് ലഭിക്കുക. എല്ലാവർക്കും നല്ലത് തന്നെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.